എത്ര വേഗത്തിലാണ് നമ്മുടെ സമയങ്ങളൊക്കെ കടന്നു കഴിഞ്ഞു പോകുന്നത്. നാം ഉപയോഗപ്പെടുത്തിയാലും ഇല്ലെങ്കിലുമെല്ലാം അതിവേഗം സഞ്ചരിക്കുകയാണ് സമയം. ഈ സമയത്തെ കൃത്യമായി എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നതിലാണ് ഒരു വ്യക്തിയുടെ വിജയം ഒളിഞ്ഞുകിടക്കുന്നത്. ഇസ്ലാമിൽ എല്ലാത്തിനും ആക്യുറേറ്റായ ഒരു കലണ്ടറുണ്ട്. രാവിലെ എന്തു ചെയ്യണം, എപ്പോൾ എഴുന്നേൽക്കണം, എഴുന്നേറ്റാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, എപ്പോൾ ഉറങ്ങണം, എന്തൊക്കെ പ്രവർത്തിക്കണം, എല്ലാത്തിനും കൃത്യമായ ഗൈഡ് ഇസ്ലാമിലുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ കൃത്യമായ ഗൈഡ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണത്തിന്റെ ഈ കാലത്ത് നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ സോഷ്യൽ മീഡിയയിലെ അനാവശ്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ സമയങ്ങളും എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ മറുപടി പറയേണ്ടവരാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഓരോ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലും നാം നിരന്തരം നമ്മുടെ സമയങ്ങൾ ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ ഉപയോഗിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ്, ഒരു വിചിന്തനം നാം നടത്തേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഒഴുക്കിനൊത്ത് നാം സഞ്ചരിച്ചാൽ എപ്പോഴെങ്കിലും വീണു പോകുമ്പോഴായിരിക്കും നഷ്ടസമയങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരിക. നമ്മുടെ സമയങ്ങളെ എത്ര കൃത്യമായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് നമ്മുടെ മുൻഗാമികളായ മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിച്ചാൽ, അവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കിയാൽ നമുക്ക് ആ ജീവിത രീതിയിൽ നിന്നും പകർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അവരോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയും. നമ്മളിടപെട്ട അനാവശ്യങ്ങളെ ആരെങ്കിലും സതുപദേശത്തോടെ നമ്മെ ഉപദേശിച്ചാൽ വളരെ മനോഹരമായ വ്യാഖ്യാനങ്ങൾ അവർക്ക് സമ്മാനിച്ച് അവരെ ഇരുത്തിക്കളയുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. മുൻഗാമികളുടെ ചരിത്രം നമ്മെ പുതുമനുഷ്യന്മാരായി സൃഷ്ടിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖാലിബ് റളിയല്ലാഹു അൻഹുവിനെ മറമാടിയപ്പോൾ ഖബറിൽ നിന്ന് മിസ്കിന്റെ സുഗന്ധം പരന്നു. സ്വപ്നത്തിൽ അദ്ദേഹത്തെ ദർശിച്ചവർ അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം 2 കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഒന്നാമത്തത് വിശുദ്ധ ഖുർആൻ പാരായണമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ഖുർആൻ ഓതാൻ സമയമില്ല. മറ്റു കാര്യങ്ങളിലായി നമ്മുടെ സമയങ്ങൾ വളരെ വേഗം കഴിഞ്ഞു പോകുന്നതുകൊണ്ട് മുസ്ഹഫ് ഒന്ന് തുറക്കാനോ ഒരു പേജെങ്കിലും ഒരു ദിവസം ഓതാനോ നമുക്കാർക്കും സമയമില്ലാതായി പോയിരിക്കുകയാണ്. മുൻഗാമികൾ അവരുടെ എല്ലാ തിരക്കിനിടയിലും അവർ ഖുർആൻ ഓതാത്ത ഒരു ദിവസം പോലും അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിരുന്നില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ ദിവസങ്ങൾ ഖത്മുകൾ, ഒരു ദിവസം തന്നെ ഖത്മുകൾ പൂർത്തീകരിച്ച ഒരുപാട് മഹാന്മാരെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അവരെ പോലെയൊന്നും നമുക്ക് ഓതാൻ കഴിയില്ലെങ്കിലും കുറഞ്ഞ പേജുകളെങ്കിലും എല്ലാ ദിവസവും ഓതുക എന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തേണ്ടതുണ്ട്. സുബ്ഹിന്റെ ശേഷം നാം ഖുർആൻ കൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ ആ ദിവസത്തിന് അള്ളാഹു വല്ലാത്ത ബറക്കത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമയത്തിലും അള്ളാഹു നൽകും. ഖബറിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശാനുള്ളതിന്റെ രണ്ടാമത്തെ കാരണം അബ്ദുല്ലാഹി ഇബ്നു ഖാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നോമ്പായിരുന്നു. നോമ്പ് കാരണം ദാഹിച്ചതിന്റെ ഗന്ധമാണ് എന്ന് മഹാനവറുകൾ പറയുകയാണ്. പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും രാത്രിയുടെ യാമങ്ങളിൽ വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ മുമ്പിലുള്ള നിസ്കാരങ്ങളുമായി അവർ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹുവിനെ അറിയാനും അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ എല്ലാ സൗകര്യങ്ങളും സുഖാഡംബരങ്ങളും ഉണ്ടായിട്ടും അള്ളാഹുവിൽ നിന്ന് വിദൂരത്താവുകയല്ലാതെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നില്ല. വർജിത സൗകര്യങ്ങൾ നമ്മെ കൂടുതൽ അള്ളാഹുവിൽ നിന്ന് അകറ്റുകയാണെങ്കിൽ അത് നമ്മെ വല്ലാത്ത നഷ്ടത്തിലായിരിക്കും കൊണ്ടെത്തിക്കുക. ഒരു സൗകര്യമില്ലാതിരുന്ന കാലഘട്ടത്തിലും മുൻഗാമികളായ മഹാന്മാർ അവരുടെ സമയങ്ങളൊക്കെയും അവരുടെ അവസരങ്ങളൊക്കെയും അവർ ഉപയോഗപ്പെടുത്തിയത് ആഖിറത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും വുളു എടുക്കാനുള്ള വെള്ളം എല്ലാം നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് ലഭിക്കുമ്പോഴും നമുക്ക് അത് ചെയ്യാനുള്ള നിസ്കരിക്കാനുള്ള മനസ്സ് ഇല്ല എന്നത് വളരെയേറെ ഖേദകരമാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും സമയങ്ങളെ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട വിഷയങ്ങളിൽ ഉപയോഗപ്പെടുത്തി ആഖിറം വിജയിപ്പിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ നമുക്ക് ഉൾപ്പെടണം. അള്ളാഹു അതിന് എല്ലാവിധ തൗഫീഖ്